BJP വിട്ട് കോൺഗ്രസിലെത്തിയത് മുതൽ സന്ദീപ് വാര്യർ രാഷ്ട്രീയ എതിരാളികളുടെ നോട്ടപ്പുള്ളിയാണ്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂരിൽ സന്ദീപ് അട്ടിമറി വിജയം നേടിയത് പലരെയും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ പല ഭീഷണികളും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർക്ക് ഫോണിലൂടെ വധഭീഷണി. സംഭവത്തിൽ MLA ചന്ദേര പോലീസിൽ പരാതി നൽകി. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നാണ് ഫോൺ കോൾ വന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ യാത്ര ചെയ്യുന്നതിനിടെയാണ് സന്ദീപ് വാര്യരുടെ ഫോണിലേക്ക് ഭീഷണി സന്ദേശം എത്തിയത്. അപരിചിതമായ നമ്പറിൽ നിന്നും കോൾ വരികയും ഫോണെടുത്തപ്പോൾ മറുതലക്കിലുള്ളയാൾ അസഭ്യം പറയുകയുമായിരുന്നു. ഒടുവിൽ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. കോളിന്റെ അവസാന ഭാഗം റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് കടുത്ത ജീവഭയമുണ്ടെന്നും വ്യക്തമാക്കിയാണ് MLA ചന്ദേര സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകിയത്. പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നാണ് ഫോൺ കോൾ വന്നതെന്ന് കണ്ടെത്തി. കൊല്ലം സ്വദേശിയുടെ പേരിലാണ് സിം കാർഡ് എടുത്തിട്ടുള്ളതെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ നമ്പറിന്റെ ടവർ ലൊക്കേഷനും മറ്റു വിശദാംശങ്ങളും ശേഖരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും മനസ്സിലാക്കിയ പ്രകാരം ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നാണ് മലയാളിയായ ഈ വ്യക്തി ഇദ്ദേഹത്തിന് ഫോൺ കോളിലൂടെ തോക്കുപയോഗിച്ച് വധിക്കും എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാർ ശക്തമായി തന്നെ ഇത് അതിനുവേണ്ടി നടപടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ന്യൂസ് 18 പയ്യന്നൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.